Okay guys, let us start our first chapter, Introduction and Important Definition or Basic Concept relating to an income tax. Okay, as we know that income tax is an direct tax and it is an important source of revenue to the government for maintenance of law and order in a country. Okay, every person whose taxable income for the previous financial year exceed minimum taxable limit, he or she is liable to pay income tax during the current financial year on his or her total income at the rate applicable during the current year. Okay, let us move to the important definition or basic concept relating to an income tax. Okay, first basic concept or definition is income. As per section 2, subsection 24, the term income includes profit and gains, dividends, etc., voluntary contribution received by a trust created for charitable or religious purpose, or by a scientific research association, or by a games or sports association, or by any university or hospital, or by electoral trust, salary allowance, perquisites, etc., capital gains, winning from lotteries, crossword puzzles, race, card games or betting, any sum received from employees as contribution to any provident fund or other funds for the welfare of employee. ഓക്കെ, ഞാൻ നമുക്ക് ഓൾറെഡി ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻകം എന്നുള്ളത്. നമുക്ക് 5 ഹെഡുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഫോർത്ത് ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഫിഫ്ത്ത് ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ ഹെഡുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഈ എല്ലാ ഇൻകം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഇയർ ആണ്. അസസ്മെൻറ്റ് ഇയർ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9. Assessment year means the period of 12 months commencing on the first day of April every year and ending on 31st March of next year. അതായത് നമ്മുടെ ഈ വർഷത്തെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2020-21 ആയിരിക്കും. ഏതാണോ തുടങ്ങുന്നത് ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് അടുത്ത വർഷം 31st മാർച്ച് വരെയുള്ളൊരു ഇയറിനെ അല്ലെങ്കിൽ 12 മന്ത്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആസ് പെർ സെക്ഷൻ 3. Okay, previous year means the financial year immediately preceding the assessment year. ഓക്കെ, നമുക്കറിയാം അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2020-21 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെയാണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇൻകം ഏൺ ചെയ്യുന്ന ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ ഇൻകം, അതായത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിരിക്കും നമ്മൾ ഈ കറണ്ട് ഇയറിലെ സ്ലാബ് റേറ്റ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിരിക്കും. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആസ് പെർ സെക്ഷൻ 80B സബ്സെക്ഷൻ 5. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ഇൻകം അണ്ടർ 5 ഹെഡ് ഏതൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 ഹെഡിലെ ഇൻകം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം ആണ്. ടോട്ടൽ ഇൻകം ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 45. Total income is equal to gross total income minus all deduction under section 80C to 80. അതായത് ടോട്ടൽ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ടോട്ടലിൽ നിന്ന് ഡിഡക്ഷൻസ് ഉണ്ട്. 80C to 80U പ്രകാരം കുറേ ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഡിഡക്റ്റ് ചെയ്ത് വരുന്ന ഇൻകത്തെയാണ് നമ്മൾ
total income. Okay, next term is person. As per section 2, subsection 31, person include an individual, an Hindu undivided family, a company, a person, an association of person or body of individual, a local authority, every artificial judicial person. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു എവരി പേഴ്സൺ ലൈബിളാന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആരൊക്കെയാണ് ഈ പേഴ്സൺ എന്നാണ് പറയുന്നത്? അതൊരു ഇൻഡിവിജ്വൽ ആവാം, ഒരു HUF ആവാം, ഒരു കമ്പനി ആവാം, ഒരു ഫേം ആവാം, ഒരു AOP ആവാം, അല്ലെങ്കിൽ ഒരു BOI ആവാം, ഒരു ലോക്കൽ അതോറിറ്റി ആവാം, അതുപോലെ തന്നെ എല്ലാ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസും ആകാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കാഷ്വൽ ഇൻകം. Casual income means any receipt of casual or non-recurring nature is casual income. അതായത് ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ്വേഡ് പസിൽസ്, കാർഡ് ഗെയിം ഓർ ബെറ്റിംഗ്. ഓക്കെ, ഈ പറയുന്ന ഇൻകത്തെയൊക്കെയാണ്, അതായത് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ ക്രോസ്വേഡ് പസിൽസിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ കാർഡ് ഗെയിം കളിച്ചിട്ട് അല്ലെങ്കിൽ ബെറ്റിങ്ങിലൂടെ കിട്ടുന്ന ഇൻകം, ഈ ഇൻകത്തെയാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ അസസി. ഓക്കെ, ഹൂ ഈസ് ആൻ അസസി എന്നാണ് പറയുന്നത്. ഓക്കെ, അസസി ഈസ് എ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ലൈക്ക് ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി അണ്ടർ ദി ആക്ട്. അതായത് ആരാണോ ടാക്സ് പേ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഏത് ആൾക്കാരുടെ മുകളിലാണോ ടാക്സ് പേയബിൾ വരുന്നത്, അയാളെയാണ് നമ്മൾ അസസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ്, നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്താണ് അസസി എന്നുള്ളത്. അസസി ആർ ഓഫ് 2 ടൈപ്സ്, ഡീംഡ് അസസി ഉണ്ട്, അതുപോലെ തന്നെ അസസി ഇൻ ഡീഫോൾട്ടും ഉണ്ട്. ഓക്കെ, ഹു ഈസ് ആൻ ഡീംഡ് അസസി നമുക്ക് നോക്കാം. എ പേഴ്സൺ ഹു ഈസ് കൺസിഡർഡ് ആസ് ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ ഓർ representative of some other person is called deemed assessee. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് പാരന്റ് ഇൻ റെസ്പെക്ട് ഓഫ് മൈനർ സൺ ഓർ ഡോട്ടർ, ഏജന്റ് ഓഫ് എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഒറിജിനൽ അസസിക്ക് പകരമായിട്ട് ഒരാളോ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളോ, അയാളെയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ അസസി ഇൻ ഡീഫോൾട്ട്. അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ when a person is liable to do a work or duty under this act and if he failed to do that he is called an assessee. ഡീഫോൾട്ട് അല്ലെങ്കിൽ ചെയ്യാത്ത എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഡ്യൂട്ടി ചെയ്യാത്തയാളെയാണ് നമ്മൾ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഓരോ എംപ്ലോയർ ഈ ആക്ട് പ്രകാരം സാലറി കൊടുക്കുമ്പോൾ സാലറിയിൽ നിന്നും ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പം അങ്ങനെ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ അസസീനെ നമ്മൾ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകം മീൻസ് എനി റെന്റ് ഓർ റവന്യൂ derived from land which is situated in India and is used for agricultural purposes, and any income derived from such land by agricultural operations or any process or sale of such produce or any income from a farmhouse is treated as an agricultural income. Okay, agricultural income as per section 2 subsection 1A പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ വഴി കിട്ടുന്ന ഡിറൈവ് ചെയ്യുന്ന ഇൻകത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അത് റെൻറ്റും ആവാം, റവന്യൂ ആകാം. അതായത് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം വിറ്റിട്ടുള്ളതും ആവാം, അല്ലാണ്ട് റെൻ്റായിട്ട് കൊടുക്കുന്നതും ആവാം. ഇത് 2 കേസിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്, MMR. ഓക്കെ, ആസ് പെർ സെക്ഷൻ 29C പ്രകാരം maximum marginal rate is the rate of tax including surcharge applicable to the highest slab of income of an individual, AOP or BOI as specified in the
ഫിനാൻസ് ആക്ട് ഓഫ് ഈച്ച് ഇയർ. അതായത് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് സർചാർജും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന, ഹയസ്റ്റ് ലാബ് റേറ്റ് പ്രകാരം സർചാർജ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ വരുന്നുണ്ട്, സർചാർജും വരും, പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടെ വരും. ഈ രണ്ടെണ്ണം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ MMR